ഓം ശാന്തി. ഏകാഗ്രമായി മസ്തകത്തിൽ തിളങ്ങുന്ന സ്വസ്വരൂപത്തെ ഞാൻ ദിവ്യനേത്രത്തിലൂടെ കാണുകയാണ്. ഞാനൊരു പ്രകാശപുഞ്ചമാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. ഞാൻ മഹാവീര ആത്മാവാണ്. ഞാൻ മഹാവീര ആത്മാവിന് ഒരു രാമൻ പരമാത്മാവിനെ കൂടാതെ മറ്റൊന്നും ഓർമ്മയിലില്ല. ഒരു ബാബ മറ്റാരുമില്ല. ഈ സ്മൃതിയിലിരിക്കുന്ന ഞാൻ മഹാവീരനാണ്. മസ്തകത്തിൽ സദാ വിജയത്തിന്റെ അവിനാശി തിലകം. മനസ്സിൽ ഒരു അവിനാശി പിതാവിന്റെ സ്മൃതി. അവിനാശി ബാബയുടെ സ്മൃതിയിൽ വിജയത്തിന്റെ തിലകം. ഇതും അവിനാശിയാണ്. ഞാൻ മഹാവീരനാണ്. എന്റെ ലോകം തന്നെ ഒരു ബാബയാണ്. എന്റെ സർവസംബന്ധവും ഒരു ബാബയോടാണ്. എന്റെ സർവപ്രാപ്തികളും ഒരു ബാബയിൽ നിന്നാണ്. ഒരു ബാബയിൽ നിന്നും സർവസംബന്ധങ്ങളുടെ സ്നേഹം കിട്ടിയിരിക്കുന്നു. സുഖം, ശാന്തി, ശക്തി, ജ്ഞാനം, ആനന്ദം, പ്രേമം, സർവപ്രാപ്തികളും ഉണ്ടായിരിക്കുന്നു. പിന്നെ എന്താണ് ബാക്കി? ബുദ്ധി മറ്റൊരിടത്തും പോകുന്നില്ല. മനസ്സിൽ കേവലം ഒരു എന്റെ ബാബ, മേരാ ബാബ. ബുദ്ധി ഒരു ബാബയിൽ ഏകാഗ്രമാകുന്നു. ഹൃദയത്തിൽ ഒരേ ഒരു നാദം, ബാബ ബാബ ബാബ. എന്റെ ഹൃദയത്തിൽ ഒരു ശിവപരമാത്മാവിനെ ഇരുത്തുന്ന ഞാൻ മഹാവീരനാണ്. സർവശക്തിവാൻ ശിവപരമാത്മാവിൽ നിന്നും സർവശക്തികളുടെ ബലം പ്രാപ്തി ചെയ്ത് മായയുടെ മേലെ വിജയം പ്രാപിക്കുന്നു. ഞാൻ മായയുടെ കൊടുങ്കാറ്റിനെ ഭയക്കുന്നില്ല. ഒരു ബാബയുടേതല്ലാതെ മറ്റൊരു ചിന്തയും വെക്കാതെ പവിത്രമായി മാറുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് പവിത്രമാകുന്നതിന്റെ ധൈര്യമുണ്ടെങ്കിൽ വളരെ ഉയർന്ന പദവി നേടാൻ സാധിക്കും. ബാബ പവിത്രമായിരിക്കാനുള്ള ഏത് ശ്രേഷ്ഠമായ നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത്, അതിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. എനിക്കിപ്പോൾ ബാബയെ ലഭിച്ചു. ഞാൻ അതിന്റെ സന്തോഷത്തിന്റെ ലഹരിയിലാണ്. ഞാൻ സ്വദർശന ചക്രധാരിയാണ്. ബാബയിൽ നിന്നും വിഷ്ണുപുരിയുടെ സമ്പത്തെടുക്കുന്നു.
ബാബയുടെ ആജ്ഞയുടെ മേലെ പവിത്രമായിരിക്കേണ്ടതുണ്ട്. എനിക്ക് ശ്രീമതത്തിലൂടെ നടക്കണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത രചനകളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഞാൻ ബാബയെ അവകാശിയാക്കുന്നു. ബാബ 21 ജന്മത്തേക്ക് സമ്പത്ത് നൽകുന്നു. ശരീരം, മനസ്സ്, ധനം എല്ലാം ബാബയിൽ അർപ്പിതമാക്കുന്നു. ഭഗവാൻ എന്നെ ദത്തെടുത്തു കഴിഞ്ഞു. പിന്നെ കുട്ടികളെ അലങ്കരിക്കുന്നു, പഠിപ്പിക്കുന്നു. ബാബ നിർദ്ദേശം നൽകുന്നു, ഒരിക്കലും ഭയക്കരുത്, തീർച്ചയായും പവിത്രമായി മാറണം. ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പ്രശ്നങ്ങളെ ഉയരാനുള്ള കലയുടെ മാർഗമായി അനുഭവം ചെയ്ത് സദാ സന്തുഷ്ടമായിരിക്കുന്ന ശക്തിശാലിയാകുന്നു. കാരണത്തെ നിവാരണത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. സ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സർവ പരിതസ്ഥിതികളെയും മറികടക്കുക തന്നെയാണ് ശ്രേഷ്ഠത. ബാബ സൂചന നൽകുന്നു. ആത്മീയ വൈരാഗ്യത്തിലും ശക്തിശാലി സ്ഥിതിയുണ്ടാകണം. എല്ലാവർക്കും വിശ്വാസമാകണം പ്രാപ്തിയുണ്ടാകുമെന്ന്. ഓം ശാന്തി.